ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്രിസ്മസ് റീത്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ ഒരു ടൈം ഒക്കെ ആവുമ്പോഴത്തേക്കിനും എല്ലാവരും തന്നെ ഡോറിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ക്രിസ്മസ് റീത്സ് ഒക്കെ ഒന്നെങ്കിൽ വാങ്ങാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമുക്ക് DIY ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഭംഗിയുള്ള ക്രിസ്മസ് റീത്സ് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ മൈക്രോവേവ് ഓവന്റെ പാത്രം വെക്കുന്ന അതിന്റെ ഒരു ട്രേ വെക്കുന്ന ഭാഗത്ത് ഒരു റിംഗ് ഉണ്ടാവുമല്ലോ. അപ്പം പഴയ ഓവൻ ചീത്തയായപ്പോഴത്തേക്കിനും അത് ഓവൻ മുഴുവനായിട്ട് മാറി. പിന്നെ ഉണ്ടായിരുന്ന ഈ ഒരു റിംഗ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു റിംഗ് ആണ് നമ്മളിവിടെ ഈ ഒരു റീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഇതേപോലെ കുറച്ച് ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിബൺ പീസും കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു റിബൺ പീസ് എന്ന് പറഞ്ഞാൽ ജൂട്ട് മെറ്റീരിയലില് രണ്ട് വശത്തായിട്ടും വൈറ്റ് ലേസ് പിടിപ്പിച്ചിട്ടുള്ള ഇത് നമുക്ക് ഇതേപോലെ റോൾ ആയിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. എന്നിട്ട് അത് നമ്മൾ കുറച്ച് ഈ സ്കേർട്ടിന്റെ ഒക്കെ ലെയർ പോലെ വെക്കത്തില്ലേ, അതേപോലെ നമ്മളുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി അവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോ ഈ ഓരോ ലെയറിനും രണ്ട് വശത്തായിട്ട് നമ്മൾ ഈ ഗ്ലൂഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ഈ ലെയർ ഫോം ചെയ്യുന്നുണ്ടല്ലോ ആ ഫ്രണ്ട് സൈഡിൽ, അതായത് ഓരോ ലെയറിന്റെയും ഉള്ളില് ഇപ്പൊ ചെയ്യുന്നത് പോലെ ആ ഗ്ലൂഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്യും. അങ്ങനെ ഒരു ഭാഗത്ത് ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു ഓവൻ റിംഗിലേക്ക് ഈ റിബൺ പീസ് ഫിറ്റ് ആവണമല്ലോ, അപ്പം അവിടെയും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ലെയറിന് വേണ്ടിയിട്ടും രണ്ട് സൈഡിലായിട്ടാണ് ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ ഗ്ലൂഗൺ അല്ലാതെ വേറെ ഇപ്പം ഗ്ലൂ സ്റ്റിക്ക് ഒക്കെ പോലെയുള്ള നല്ലതുപോലെ ഒട്ടുന്ന തരത്തിലുള്ള പശയുള്ളതുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി സപ്പോസ് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുൾ ആയിട്ട് റിംഗ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി വരുമ്പോഴത്തേക്കിനും എങ്ങനെ ഇത് വിട്ടു പോകുവാണെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചാലും മതി, അത് വീണ്ടും അവിടെ പിടിച്ചിരുന്നോളും. അത് അത്രയും ആ റിങ്ങിന്റെ ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗം വരെയും ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ അടുക്കിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴത്തെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ വിട്ടിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അവിടെ ഇതേപോലെ തന്നെ ഈ ഒരു കളർ ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നത് പോലത്തെ കുറച്ച് പ്രോപ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് അവിടെയും ചെറുതായിട്ട് ലെയർ പോലെ ആക്കിയിട്ട് ഇത് അവിടെ ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോ അത് ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇതേപോലെയുള്ള കുറച്ചൊരു ഓഫ് വൈറ്റ് കളറിലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് 3-4 ഉണ്ടായിരുന്നു. അപ്പം അതെടുത്തിട്ട് അതും ആ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കുറെ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതും നല്ലതാട്ടോ. ഇപ്പം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ആയത് കാരണം അതാണ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി കഴിഞ്ഞാല് നമുക്കിത് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ നമ്മളുടെ ജൂട്ടിന്റെ നൂല് തന്നെ എടുത്ത് ചെറിയൊരു കുരുക്കുണ്ടാക്കി മുകളിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വോൾ ഹാങ്ങിങ് പോലെ എവിടെയെങ്കിലും നമുക്ക് തൂക്കിയിടാനായിട്ട് പറ്റും. അപ്പൊ കൂടുതലും ഇങ്ങനെയുള്ള റീത്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഡോറിൽ ആണ് ഹാങ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഹാങ് ചെയ്യേണ്ട ആ ഒരു ലെങ്ത് നോക്കിയിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളുടെ ഒരു ഫസ്റ്റ് റീത്തിന്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മളുടെ വേറെ എന്തെങ്കിലും ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ ഹാങ് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ രണ്ട് ചെറിയ ബെല്ല് ഉണ്ടായിരുന്നു, അപ്പം അതും കൂടി ഇതിന്റെ കൂടെ തൂക്കിയിടുന്നുണ്ട്. ആ ബെല്ലിന് ഓൾറെഡി ഒരു ഹാങ് ചെയ്യാനുള്ള ത്രെഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ത്രെഡ് ഏതെങ്കിലും ഒരു ഫ്ലവറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാലും മാത്രം മതി. അപ്പൊ ഇത്രയും കൂടെ കഴിഞ്ഞപ്പോ നമ്മളുടെ ആദ്യത്തെ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വോളിലോ അല്ലെങ്കിൽ ഡോറിലോ ഹാങ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഞാനൊരു വെൽക്കം ഹോം എഴുതിയ ഒരു ബോർഡും കൂടി ഇടുന്നുണ്ട്. ഈ ഒരു ബോർഡ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഒരു റീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഷെല്ലും, അതായത് നമ്മൾക്ക് ഈ ബീച്ചിൽ നിന്ന് കിട്ടുന്ന ഷെൽസ് ഇല്ലേ അതും, അതേപോലെ തന്നെ നമ്മളുടെ പഴയ കുക്കറിന്റെ വാഷറും, അതേപോലെ ഈ കേർട്ടനിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കേർട്ടൻ ഇങ്ങനെ സൈഡിലോട്ട് പിടിച്ച് കെട്ടി വെക്കുന്ന നല്ല ഭംഗിയുള്ള ത്രെഡ് ഉണ്ടാകുമല്ലോ,
സിൽക്കിന്റെ ഒക്കെ ത്രെഡ് അതും യൂസ് ചെയ്തിട്ടാട്ടോ. അപ്പം അതിനിവിടെ ആദ്യം ചെയ്യുന്നത്, ഞാൻ വാഷറാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞല്ലോ, ആ വാഷറിലേക്ക് നമ്മളുടെ ഈ സിൽക്ക് ത്രെഡ് നല്ലതുപോലെ ചുറ്റി കൊടുക്കാം. അപ്പൊ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലെ ഈ ഒരു ത്രെഡ്. അപ്പം ഇതും ഉപയോഗം ഉണ്ടായിരുന്നില്ല, നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന കേർട്ടനിൽ നിന്ന് എടുത്തൊന്നുമല്ല, ഇത് ഉപയോഗം ഇല്ലാതിരിക്കുന്ന സാധനങ്ങളായിരുന്നു എല്ലാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ നമ്മൾ ചുറ്റി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇതും ഓൾമോസ്റ്റ് ഒരു 1/4 ഭാഗം വരെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു സിൽക്ക് ത്രെഡും ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി ഭാഗത്തേക്ക് നമ്മളുടെ ഈ ബാഗ് ഒക്കെ ഇല്ലേ, അതായത് ഈ പേപ്പർ ബാഗ് ഒക്കെ ഉണ്ടാവുമല്ലോ ജ്വല്ലറി എന്നൊക്കെ കിട്ടുന്ന, അങ്ങനെയുള്ള ബാഗിലൊക്കെ ഈ ഇതേപോലത്തെ തന്നെ ത്രെഡ് ഒരു ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലൊക്കെ കിട്ടാറുണ്ട്. പിന്നെ താഴെ നമ്മൾ മുൻപത്തെ റീത്തിൽ ചെയ്ത പോലെ തന്നെ താഴെ കുറച്ച് ഭാഗം വെട്ടിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾക്ക് ഈ ഒരു സെയിം സിൽക്ക് ത്രെഡ് തന്നെ വെക്കണം എന്ന് ഇല്ല കേട്ടോ, അതുണ്ടെങ്കിൽ ഫുൾ ചുറ്റി കൊടുക്കാം. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു നമ്മുടെ കോട്ടന്റെ ആ ഒരു പീസ് എടുക്കും എന്ന് പറഞ്ഞില്ലേ, സിൽക്ക് ത്രെഡ് എടുത്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇതേപോലെയുള്ള കുറച്ച് ഹാങ്ങിങ് ഉണ്ടാകുമല്ലോ, ആ ഹാങ്ങിങ്ങിൽ നിന്ന് ഇതേപോലെയുള്ള ത്രെഡ് ഉണ്ടാവും. അത് നമ്മൾ വെറുതെ വലിച്ചാൽ തന്നെ ഊരി കിട്ടും. അത് വെച്ചിട്ടാണ് ആ താഴത്തെ ഭാഗം ചുറ്റി കൊടുക്കുന്നത്. അതും കൂടി ഫുൾ ചുറ്റിയതിന് ശേഷം നമ്മൾ ബീച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഷെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഷെൽസ് ഈ റീത്തിന്റെ ഈ ഒരു റിങ്ങിന്റെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ അത് പല ഷേപ്പിലുള്ള ഷെൽസ് ഉണ്ട്. അപ്പൊ ആ ഷെൽസ് എല്ലാം നമുക്ക് പല ഡിസൈനിൽ ഒട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു വാൾ ഹാങ്ങിങ്ങും റെഡി ആയിട്ടുണ്ടാവും. ഇത് നമുക്കൊരു ഡോറിൽ തൂക്കിയിടാം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതും ഇതേപോലെയുള്ള പേപ്പർ കവർ, നമുക്ക് കിട്ടുന്ന ആ ഒരു പേപ്പർ കവർ അല്ലേ ജ്വല്ലറി നിന്ന് കിട്ടുന്ന, അതിലും ഇതേപോലെ ബ്രൗൺ കളറിലെ ഈ ഒരു സിൽക്ക് ത്രെഡ് ഉണ്ടാവും. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് ഹാങ്ങിങ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ക്രിസ്മസ് റീത്തും റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള റീത്ത് അല്ല, അടുത്തത് ഒരു വോൾ ഹാങ്ങിങ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഡാർക്ക് കളറാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റ് കളറുള്ള സർഫസിലായിരിക്കും ഇത് തൂക്കിയിടുന്നത് നല്ലത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതേപോലെയുള്ള കളറുള്ള ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഓർഗനൈസേഴ്സിന്റെ ഒക്കെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ സ്റ്റിക്കാണ്. അതെടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ ഇങ്ങനെ ഈ ത്രെഡിനെ ഹാങ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഒരു സ്ട്രിങ് നല്ല ലെങ്തിൽ എടുത്തിട്ട് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തേക്കുവാണ് കേട്ടോ. അങ്ങനത്തെ കുറെ ലെയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളുടെ ഈ സ്റ്റിക്കിലേക്ക് ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങ് കെട്ടി വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്തു വരുമ്പോഴത്തേക്കിനും നമുക്ക് താഴെ ഭാഗത്ത് ഒരു യു ഷേപ്പ് കിട്ടണം. അപ്പൊ യു ഷേപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മളിത് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതിങ്ങനെ ഹാങ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കിനും ആ ഒരു യു ഷേപ്പിലേക്ക് വരത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെല്ലാം ഹാങ് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് കൊടുത്താലും മതി ആ ഒരു യു ഷേപ്പില്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഈ സെയിം ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് കുരുക്കിട്ട് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് പറ്റും. ഈ 3 വോൾ ഹാങ്ങിങ്സ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇതിനകത്ത് ആദ്യത്തെ 2 നമുക്കൊരു റീത്ത് പോലെ ചെയ്യാം, ലാസ്റ്റ് വൺ ഒരു വോൾ ഹാങ്ങിങ് പോലെയും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.